റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗൈറത്തില്ലാത്തവന് യാതൊരു നന്മയുമില്ല. ഗൈറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യ മക്കൾ അള്ളാഹു നിരോധിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ, അള്ളാഹു അവൻ്റെ റസൂലോ നിരോധിച്ചൊരു കാര്യം നമ്മുടെ ഭാര്യയോ മക്കളോ ചെയ്യുന്നത് കാണുമ്പോൾ അതിനോടൊരു എതിർപ്പുമില്ല, ഒരു രോക്ഷവും ഇല്ലാതെ ആ ഭാര്യയും മക്കളുമായി വീണ്ടും സഹകരിച്ചു പോകുന്ന ആളുകൾ ഒരവസ്ഥയ്ക്കാണ് ഗൈറത്തില്ലാതിരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിലൊരു തെറ്റ് കണ്ടാൽ അള്ളാഹു റസൂൽ വിരോധിച്ചൊരു കാര്യം കണ്ടാൽ നമ്മളവരെ തടയണം. തടഞ്ഞിട്ടും അവർ വീണ്ടും അതുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ പിന്നെ അവരോട് നമുക്കൊരു എതിർപ്പുണ്ടാകും, അത് പ്രകടിപ്പിക്കണം. അതാണ് ഗൈറത്ത് എന്ന് പറയുന്നത്. ഇതൊരാൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അവന് ഒരു നന്മയും അവനില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ മകനോട് പറഞ്ഞു, മോനെ, രാത്രി സമയത്ത് പള്ളിയിൽ പോകാൻ പെണ്ണുങ്ങൾ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ട മകൻ പറഞ്ഞു, വല്ലാഹി ലനംനഅന, പടച്ചോനാണ് ഞാൻ തടയും, പെണ്ണ് പള്ളിയിൽ പോകാൻ അനുമതി ചോദിച്ചാൽ ഞാൻ തടയുന്നു. ഇത് കേട്ട വാപ്പ അബ്ദുല്ലാഹി ഉമർ മകനോട് പറഞ്ഞു, ലാ ഉകല്ലിമുക അബദ, ഇനി മേലാ നീയുമായി ഞാൻ സംസാരിക്കില്ല എന്ന് പറയുകയും മുന്നോട്ട് ചെന്ന് മകനെ നെഞ്ചിലിടിച്ചു. ശക്തമായി മകനെ ശകാരിച്ചു. എന്നിട്ട് പറഞ്ഞു, റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ നീ അതിനെതിര് പറയുകയാണ്, ഞാൻ നീയുമായി സംസാരിക്കാനില്ല. മരണം വരെ അബ്ദുല്ലാഹി ഉമർ മകനുമായി സംസാരിച്ചിട്ടില്ല, കാരണം റസൂലിന്റെ കൽപ്പനയ്ക്ക് എതിര് പറയാം. മറ്റൊരു സന്ദർഭം അബ്ദുല്ലാഹി മുഗഫർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു കുടുംബാംഗം കല്ല് കളിക്കുന്നത് കണ്ടു. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കല്ല് വെച്ചിട്ട് എറിഞ്ഞ് കളിക്കുന്ന ഒരു കളിയുണ്ട്, അറബികൾ കളിക്കുന്ന കളിയാണ്. നബി അത് നിരോധിച്ചിട്ടുണ്ട്. കാരണം പറഞ്ഞത് ഈ കല്ല് ഇങ്ങനെ കയ്യിൽ വെച്ച് ഞൊട്ടിക്കളിച്ചാൽ അതുകൊണ്ടൊരു വേട്ടമൃഗത്തെ കൊല്ലാൻ കഴിയില്ല, ഒരു ശത്രുവിനെ അപകടപ്പെടുത്താനും കഴിയില്ല, ഒരു പ്രയോജനമില്ലാത്ത കളിയാണ്. എന്നാൽ ആരുടെയെങ്കിലും കണ്ണിൽ കൊണ്ടാൽ കണ്ണ് പൊട്ടിപ്പോകാം, അതുകൊണ്ട് അത് കളിക്കരുതെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി മുഗഫർ തന്റെ വീട്ടിൽ താമസിക്കുന്ന തന്റെ ബന്ധുവിനോട് കുടുംബാംഗത്തോട് പറഞ്ഞു, അത് കളിക്കരുതെന്ന് പറഞ്ഞു. കളിക്കുന്നവരുണ്ടോ? പിന്നെയും അവനിങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹി മുഗഫർ പറഞ്ഞു, ഞാൻ ഇനി നിന്റെ കൂടെ വീട്ടിൽ ഞാൻ താമസിക്കില്ല. റസൂൽ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു, നീ വീണ്ടും ചെയ്യണം. ഈ വീട്ടിൽ നിന്റെ കൂടെ ഞാൻ താമസിക്കാനില്ല, നിന്നോട് മരണം വരെ ഞാൻ സംസാരിക്കില്ല, നിന്റെ ജനാസയിൽ പോലും ഞാൻ പങ്കെടുക്കില്ല. അദ്ദേഹം പങ്കെടുത്തിട്ടുമില്ല. റസൂൽ പറഞ്ഞൊരു കാര്യം തടഞ്ഞൊരു കാര്യം വീണ്ടും ചെയ്യാണ്, അത് നിർത്തുന്നില്ല. ഇത് നമ്മളിലെല്ലാം ഉണ്ടാകേണ്ട ഒരു നല്ല ഗുണമാണ് ഗീറത്ത് എന്ന് പറയുന്നത്. പ്രവാചകനിക്ക് പറയുന്നുണ്ട്, ദയ്യൂസ് സ്വർഗത്തിൽ കിടക്കില്ല, സ്വർഗത്തിന്റെ മണം പോലും കിട്ടാത്ത ആളാണ് ദയ്യൂസ് എന്ന് പറയുന്നത്. സഹാബാക്കൾ ചോദിച്ചു, ആരാണ് നബി ദയ്യൂസ്? അല്ലദീ യുഖ്തിറു ഫീ അഹ്ലിഹി, സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം പെൺമക്കൾ അല്ലെങ്കിൽ ആൺമക്കൾ വിഭജിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും അതിന് മൗനാനുവാദം കൊടുക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ വാപ്പ. ഇയാൾക്കറിയാം ഭാര്യയ്ക്ക് ചില ചുറ്റിക്കെട്ടുണ്ട്, അല്ലെങ്കിൽ മക്കളുടെ പോക്ക് ശരിയല്ല, അവർക്ക് ചില പ്രേമബന്ധങ്ങളുണ്ടെന്ന് വാപ്പയ്ക്കറിയാം. എന്നിട്ട് വാപ്പ അത് തടയുന്നില്ല. വാപ്പ അതിന് മൗനാനുവാദം കൊടുക്കുകയാണെങ്കിൽ ആ വാപ്പയ്ക്ക് സ്വർഗമില്ല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ പരിമളം പോലും ലഭ്യമല്ല. അപ്പോൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും അവരുമായി സഹകരിക്കുകയാണ്. ഒരു രോക്ഷം മനസ്സിലില്ല, ഹീറത്തില്ലാത്തവന് ഹൈറുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇത്തരം തിന്മകൾ കാണുമ്പോൾ നമ്മളത് തടയണം. അവരതൊന്ന് പിന്തിരിയുന്നില്ലെങ്കിൽ അവരുമായി നമ്മൾ നിസ്സഹകരിക്കണം. അപ്പോൾ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ.